നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള എന്ന ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് നമസ്കാരം അറിയിക്കുകയാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുറക്കാട് പഞ്ചായത്ത് 6-ാം വാർഡിലെ എണ്ണക്കാട്ടുചിറ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ദുരിതപൂർണമായ യാത്ര നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. നമ്മളിവിടുന്ന് ഇപ്പോൾ പോകുന്ന എണ്ണക്കാട്ടുചിറയിലേക്കാണ്. ഏതാണ്ടൊരു 3 കിലോമീറ്ററാണ് പുറക്കാട് ജംഗ്ഷനിൽ നിന്ന് എണ്ണക്കാട്ടുചിറ ദൂരം. അതിൽ എണ്ണക്കാട്ടുചിറ കഞ്ഞിട്ടക്കടവിൽ നിന്ന് എണ്ണക്കാട്ടുചിറ വരെ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യരും ആ വാഹനം ഉപയോഗിക്കുന്ന മനുഷ്യരും അനുഭവിക്കുന്ന ദുരിതം നിങ്ങൾ നേരിലൊന്ന് കാണണം. അതിന് വേണ്ടിയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. പുറക്കാട് എണ്ണക്കാട്ട് കോളനി റോഡാണിത്. നമ്മുടെ 6-ാം വാർഡിന്റെ കനട്ടമൂലയിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു 2 കിലോമീറ്റർ കട്ടിഷേ ഉള്ളൂ. ആ റോഡിൽ ഇന്നിപ്പം ഒരു 10-35 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ദുരിതമാണ്. അവർക്ക് ആശ്രയിപ്പം കഴിഞ്ഞ ദിവസവും നമ്മുടെ ഇവിടുത്തെ ഒരു പൊടിയൻ ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയെ കൊണ്ട് ഞാനിപ്പോൾ വണ്ടാനത്ത് മെഡിക്കലിൽ പോയുള്ളൂ. ഞാനിവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഇപ്പോഴും പുള്ളിക്ക് വയ്യായിട്ട് ഈ കുഴിയും ഓടിച്ചാണ് ഞാൻ വണ്ടാനം മെഡിക്കലിലേക്ക് കൊണ്ട് ആക്കിയത്. പല രാത്രികളിലും പലർക്കും അറ്റാക്കും അസുഖങ്ങളെല്ലാം ഉണ്ടായപ്പോലും ഇവിടുന്ന് ഒരു ഓട്ടോക്കാർ പോലും രാത്രി വരാനൊക്കത്തില്ല. ആപ്പടെ ഇവിടെ 2 ഓട്ടോ ഉള്ളു. 2 ഓട്ടോ എങ്ങോട്ടെങ്കിലും ഓട്ടം പോയി കഴിഞ്ഞാൽ ഇവർ വലിയ ബുദ്ധിമുട്ടിലാണ്. വണ്ടി വരുന്നവരെ അവർക്ക് വലിയ ആംബുലൻസ് പോലും കയറി വരത്തില്ല. പിന്നെ ഒരു 10 വർഷം കൊണ്ട് ഇതിങ്ങനെ കിടക്കുവാണ് കുഴിയായിട്ട്. ഞങ്ങൾ പിന്നെ ശകലം മണ്ണും ചെളിയെല്ലാം അവിടുന്ന് ഇവിടെ നിന്നെല്ലാം കുത്തിയിട്ട ഓരോ കുഴികളൊക്കെ അടച്ച് വണ്ടികൾ ഓടുന്നു. വണ്ടി വീട്ടിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല, വലിയ പാടാണ്. പിന്നെ എന്ത് ചെയ്യാനാ, വഴി വല്ല ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ബാറ്ററിയൊക്കെ എടുത്തുകൊണ്ട് പോകും. അതൊക്കെ കൊണ്ട് ദൂരം കൊണ്ടാണ് ഇത്. അധികാരികളൊന്ന് കണ്ണു പറഞ്ഞാൽ മതിയായിരുന്നു. ഈ റോഡൊന്ന് ശരിയാക്കി തന്നെ. 1 കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് തുടക്കം പോലും കുറിക്കുന്നില്ല. പിന്നെ ഞങ്ങളങ്ങനെ അറിയിപ്പിച്ച് ഇലക്ഷൻ വരുന്നത്, ഇലക്ഷൻ സമയത്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു. മഴക്ക് മുമ്പേ ചെയ്ത് കിട്ടിയായിരുന്നു. റോഡിൽ എങ്ങനെങ്കിലും ആളെ കയറി ശകലം റേഷൻ തന്നെ പുറക്കാട്ടിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി കനട്ടാമൂലയിൽ നിന്ന് ഇറങ്ങി തല ചുമന്നുകൊണ്ടാണ് അവർ വീട്ടിലെത്തുന്നത്. ഇവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ട്, എല്ലാ പാർട്ടി പ്രവർത്തകരുണ്ട്. എന്തെങ്കിലും ഇത്തിരി ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആ വീതം മേടിക്കാനാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ നാട് നന്നാക്കണമെന്നോ മറ്റുള്ള കാര്യത്തിനോ അവർക്ക് ആർക്കും മുൻപന്തിയില്ല. ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ഒറ്റ വാശിയേ ഉള്ളൂ. എന്നിട്ട് ഈ റോഡ് കിടന്നിട്ട് പോട്ടെ, ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ വരുന്നവർ ഓരോ കട്ടയിട്ടാൽ ഈ കുഴികൾ അടഞ്ഞു പോകാനേ ഉള്ളൂ. ആർക്കും റോഡ് വേണ്ട. ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യണം. ഈ പുറക്കാട് ഈ എണ്ണക്കാട് കോളനിക്കാരോട് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകരുതും, ഇലക്ഷൻ ഈ റോഡ് ശരിയാക്കിയിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ ബെയിൽ മൂക്കുന്നതിന് മുമ്പ് ഈ ഹരിജ സൊസൈറ്റിയിൽ പോയി ഈ 6-ാം വാർഡിലെ കംപ്ലീറ്റ് വോട്ടർമാർ വോട്ട് ചെയ്ത് വീട്ടിൽ പോകുന്നു. പിന്നെന്ത് പറയാനാ, ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അത് കണക്ക് തന്നെ വോട്ട് ചെയ്ത് കൊടുക്കും ജനങ്ങൾക്ക്. അവരിതൊന്നും ചെയ്യത്തൊന്നുമില്ല. അവർ ഇലക്ഷൻ സമയത്ത് ചെയ്തേക്കാന്ന് പറയും. കഴിഞ്ഞ ദിവസം MLA ഇവിടെ വന്ന് കഴിഞ്ഞ ഇലക്ഷന് പഞ്ചായത്ത് ഇലക്ഷൻ ഇവിടെ ശ്രീമാറിനെ നിർത്തി ബ്ലോക്ക് മെമ്പറിനെ സ്ഥാനാർത്ഥി പേരെന്ത് ജയനെ നിർത്തി. അങ്ങനെ ഒരുപാട് പേരെ നിർത്തി 7 ദിവസത്തിനുള്ളിൽ ഈ റോഡ് ശരിയാക്കി തരാമെന്ന് പറയും. ഇപ്പൊ 7 ദിവസമായി, 70 ദിവസം ആറായി. എന്നിട്ടും ഇവിടുത്തെ MLA റോഡ് ശരിയാണ്. അതുകൊണ്ട് MLA ഇപ്പൊ പറയുന്നത് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അത് വിശ്വാസമല്ല. ചെയ്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയാം, ചെയ്തെന്ന് പറയാം. ഞങ്ങൾ ഇവിടുത്തെ പാവങ്ങളായിട്ടാ. ഇവിടെ ഒരു നല്ല രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും റോഡ് ചെയ്തണം. ഞങ്ങൾക്കൊരു 10-25 വണ്ടിക്കാരുണ്ട്. അവരുടെ ടാക്സ് എടുത്തെങ്കിലും നിങ്ങൾ ഈ റോഡ് ശരിയാക്കി തന്നാൽ മതി. അല്ലാതെ ആരുടെയും ഇത് വീട്ടിൽ നിന്നോ ആരുടെയും കുടുംബത്വത്തോ ഒന്നും എടുത്തു തരണ്ട. ടാക്സ് അടക്കുന്ന പൈസ മതി. ഞങ്ങളൊക്കെ 5 വർഷം മുമ്പേ തന്നെ ടാക്സ് അടച്ചിട്ടാണ് ഈ ഓട്ടോ ഇവിടെ ഓടുന്നത്.
അത് കണക്ക് എല്ലാ ഓട്ടോക്കാരും ടാക്സ് അടച്ചാണ് ഓടുന്നത്. അവർക്ക് പോലും ഇവിടുന്നോട്ട് വരാൻ വയ്യ. ഞങ്ങൾ ഓടുന്നതിന് അവർ വഴക്ക് പറയും. എന്ത് ചെയ്യാൻ? ഞങ്ങൾക്കിപ്പോൾ വണ്ടി കൊണ്ട് വീട്ടിൽ പോകണ്ടേ? ഇവിടുത്തെ ഞങ്ങളെ നാളെ കാണുന്ന മനുഷ്യരല്ലേ? എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി, ആളിന് അപകടം പറ്റി, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നാളെ അവരെ കാണണ്ടേ? കുഴിയായാലും ഞങ്ങൾ ഈ രോഗികളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് വണ്ടാനത്തോ ഈ അടുത്ത് ഈ പുറക്കാട്ടൂർ ഹോസ്പിറ്റലുണ്ട് അവിടെ എത്തിക്കുക. ഞങ്ങൾ ഇല്ലെങ്കിൽ വേറൊരു വണ്ടിക്കാരനെ വിളിച്ചാൽ പോലും വണ്ടിക്കാരൻ കുഴി കാണേണ്ട അവൻ അങ്ങോട്ട് പോകത്തില്ല. കനട്ടാമൂലയിൽ എത്തിക്കാനാണ് പറഞ്ഞത്. ഒരു 108 വിളിച്ചാലും ഒരു ചെറിയൊരു ആംബുലൻസ് വിളിച്ചാലും കനട്ടാമൂലയിൽ കൊണ്ടിറങ്ങും. പിന്നെ അത് വണ്ടിയിലാണ് ഞങ്ങൾ തിരിച്ചിവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു 10-35 വീട്ടുകാരുണ്ട്. ഒരു കാര്യത്തിനും ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഈ റോഡ് ചെയ്യാനേ ഉള്ളൂ. ആരും ഒന്നിച്ചില്ല. അവർ പറയുന്നത് ഇവിടുത്തെ ഓട്ടോക്കാർ ശരിയാക്കാനാണ് പറയുന്നത്, വണ്ടിക്കാരുള്ളവർ ശരിയാക്കണം. അങ്ങനെയല്ല പറയണ്ടേ. വണ്ടിക്കാർ തന്നെയല്ല, വണ്ടിക്കാർക്ക് എങ്ങനെയായാലും വണ്ടിക്ക് എത്താം. ഇവിടുത്തെ യാത്രക്കാർക്ക് വീട്ടിൽ പോകണ്ടേ? അവർക്ക് ആശുപത്രി പോകണ്ടേ? ഇതൊക്കെ പറയാനുള്ളൂ എനിക്ക്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് റോഡ് ശരിയാക്കി തരുമോ? ഈ കുഴികളൊക്കെ നടച്ചു തന്നാലും മതി. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇവിടെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ എണ്ണക്കാട്ടിയറ റോഡാണ്. ഇവിടുത്തെ റോഡ് വളരെ മോശമാണ്. ഇവിടെ കുറെ പ്രായം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ വണ്ടി വരുന്ന ബുദ്ധിമുട്ടൊക്കെയാണ്. ചില ഓട്ടോകളൊക്കെ കയറി വരുത്തുള്ളൂ. അത് കാരണം ബുദ്ധിമുട്ടാണ്. റോഡ് എത്ര ശരിയാക്കി തന്ന കൊള്ളായിരുന്നു. എന്റെ പേര് ആതിര. ഞാൻ ഒരു 24 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. അന്ന് മുതൽ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഓൾറെഡി ഞാൻ പഠിക്കുവാണ്. എനിക്ക് പഠിക്കാനൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. ഇതിൽ കൂടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഈ റോഡൊന്ന് നന്നാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ബിജു. ഞാനിത് ഏതാണ്ട് എൻ്റെ ജന്മം തൊട്ടുള്ള ജീവിതം എൻ്റെ ഇവിടെ തന്നെയാണ്. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് ഈ റോഡ് ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു അസുഖം വന്നാൽ കൊണ്ടുപോകാനോ, ഒരു ഓട്ടോ ഓടി വരാനോ, ഒരു വണ്ടി ഓടി വരാനോ, ഒരു സൈക്കിൾ ഓടി വരുവാനോ ഉള്ള ഭയങ്കര ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിടക്കുന്ന 10-60 വീട്ടുകാരുടെ സുരക്ഷത ആരും തന്നെ ഇവിടെ എത്തി വന്ന് നോക്കുന്നില്ല. എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞില്ല. പലരോടും പറഞ്ഞ് ഇന്ന് അനുവദിക്കും, നാളെ അനുവദിക്കും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. ഈ റോഡ് ഇവിടുന്ന് നടന്നു പോകാനാണെങ്കിൽ ഇരുട്ട് തപ്പി പോവാണെങ്കിൽ മറിഞ്ഞു വീഴും. ആ രീതിയിൽ റോഡിൻ്റെ കിടപ്പ്. ഒരു അസുഖം വന്നാൽ ഇപ്പം വള്ളത്തെ കൊണ്ടുപോകേണ്ട ഗതികളാകുന്നത്. അവിടെ മൂലയ്ക്ക് എന്ന് കഴിയുമ്പോൾ ആള് മരിച്ചു പോകും. ആ രീതിയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ഇത് ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? ഇന്ന് അനുവദിച്ച്, നാളെ അനുവദിച്ച്, മറ്റന്നാൾ അനുവദിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് സജേഷ് കുമാർ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇതാണ്, എണ്ണക്കാട്ടുചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും ഈ ദേശത്ത് തന്നെയാണ് നടക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണക്കാട്ടുചിറ പ്രദേശത്ത് ധാരാളം കുടുംബങ്ങളുണ്ട്. അവർക്ക് നാഷണൽ ഹൈവേയിലേക്ക് പോകാനായിട്ടുള്ള ഏക റോഡെന്ന് പറയുന്നത് കന്നിട്ടച്ചിറ മുതൽ എണ്ണക്കാട്ട് വരെയുള്ള റോഡാണ്. ആ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥ എല്ലാം നിങ്ങൾ ഈ ചാനലിലൂടെ കണ്ടതാണ്. ഒത്തിരി കുടുംബങ്ങൾ ഇവിടെ തിങ്ങി പാർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം കുഞ്ഞുങ്ങളെ കോളേജ് മുതൽ നഴ്സറി വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഉപജീവനാർത്ഥം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒത്തിരി തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പലർക്കും ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ നിങ്ങൾ കണ്ടു കാണും. മൊത്തം താറുമാറായി കിടക്കുന്ന അവസ്ഥയാണ്. അതുപോലെ ഇടയ്ക്ക് നല്ല കുഴികളുണ്ട്. പലരും രാത്രി കാലങ്ങളിൽ വാഹനത്തെ മറിഞ്ഞു വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ എണ്ണക്കാട്ടുചിറ നിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് ഏറ്റവും അത്യാവശ്യമാണെന്നാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ധാരാളം അപകടങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, പാമ്പ് ശല്യം വളരെ രൂക്ഷമാണ്. പല സ്ഥലത്തും അണലിയുടെ ശല്യം ഉണ്ടായിട്ട് രാത്രി മീൻ പിടിക്കാൻ വരുന്ന പലർക്കും അണലിയുടെ ബൈറ്റ് ഏൽക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ നിമിത്തം ഉണ്ടാകുന്നൊരു കാര്യമാണ്. മാത്രമല്ല, വെള്ളപ്പൊക്ക സമയത്ത് പോലും വളരെ ദുരിതം അനുഭവിക്കേണ്ട ഒരു വിധത്തിലാണ് എണ്ണക്കാട്ടുചിറ നിവാസികൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ചാനലിലൂടെ കാണുന്ന അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരം പറയാനുള്ളത്. ചന്ദ്രൻ, എണ്ണക്കാട്ടുചിറ ചന്ദ്രാലയം വീട്ടിൽ ചന്ദ്രൻ എന്നറിയപ്പെടുന്നു.
ഞാൻ 10 വർഷമായി ഈ എണ്ണക്കാട്ടുകരയിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയത്തിൽ കിടക്കുകയാണ്. രാവിലെ പണിക്ക് പോയിട്ട് വൈകിട്ട് സന്ധ്യയായി കഴിഞ്ഞാൽ ഈ റോഡേ വരാൻ പോലും പറ്റില്ല. കുഴിയും കുണ്ടും ആയിട്ട് കിടക്കുകയാണ്. ഞാൻ എൻ്റെ വൈഫിന് കാല് വയ്യാത്തവളാണ്. രണ്ടുപേര് തമ്മിൽ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും, കുന്നും തടവും ആറും പുറത്ത് പാടവുമാണ്. കുഴി വീണ് കട്ടറിനകത്ത് വീണ് എൻ്റെ വൈഫ് 2 പ്രാവശ്യം മറിഞ്ഞു വീണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ്. ഇലക്ഷൻ വരുമ്പോൾ മാത്രം നേതാക്കന്മാർ മാത്രം കാണും വോട്ട് ചോദിക്കാനായിട്ട്. എപ്പോൾ ചോദിച്ചെന്നാലും അവർ പറയുന്നതാ എല്ലാ എസ്റ്റിമേറ്റ് റെഡിയാക്കി എന്ന് റെഡിയാക്കിയെന്നാണ്. ഇത് ഈ പുറക്കാട് പഞ്ചായത്തിൽ ഈ 6-ാം വാർഡിൽ ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കിടക്കുന്നത്. അത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള രീതിയാണ് എനിക്കുള്ളത്. അപ്പം നിങ്ങൾ ഈ റോഡിന്റെ അവസ്ഥ ഏതാണ്ട് മനസ്സിലായി. പൊതുജനങ്ങളുടെ അവരുടെ താമസിക്കുന്ന മനുഷ്യരുടെ ദുരിതം നിങ്ങൾ കേട്ടതാണ്. വർഷങ്ങളായിട്ട് അതുങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഈ കാണുന്നത്. അതുങ്ങൾ ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ അതുങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരു വണ്ടി വിളിച്ചാൽ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഒരു ഓട്ടോറിക്ഷ അതുവഴി ആ റോഡിൽ കിടന്ന് പെടുന്ന പാട് കണ്ടല്ലോ. മറിഞ്ഞു പോയാൽ മനുഷ്യന്റെ ജീവനാണ് പോകുന്നത്. എന്നിരുന്നാലും അതുങ്ങളൊരു വയ്യാഴികക്കാരന് അത്യാവശ്യമാണെന്ന് കണ്ടാൽ നമ്മൾ വിളിച്ച് വണ്ടികൾ അവിടെ ചെല്ലുന്നു. 1-2 വണ്ടികളൊക്കെ അവിടെ ചെല്ലും. രോഗികളെ അത്യാവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഒട്ടും വണ്ടികൾ പോകാൻ വയ്യാത്ത അവസ്ഥയായി. അതുകൊണ്ട് പഞ്ചായത്താണോ MP ആണോ MLA ആണോ ഇവിടെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്ന ആളുകൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതുകൊണ്ട് ജനങ്ങളെ വെറുതെ ഒരു സമരത്തിലേക്കൊന്നും നയിപ്പിക്കാതെ നിങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശവാസി എന്നുള്ള നിലയ്ക്കും ഇവിടെ വണ്ടി ഓടുന്ന ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്കും ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജനങ്ങളുടെ വികാരത്തെ നിങ്ങൾ അളക്കാൻ നിൽക്കരുത്. നിങ്ങളെ ജയിപ്പിച്ചു വിട്ടവർക്ക്, മനുഷ്യരും ജയിപ്പിച്ചു വിട്ടവർക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തം മനുഷ്യരോടുണ്ട്. അത് നിറവേറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.